നമസ്കാരം. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് നടൻ വിജയ്. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് വീഡിയോ കോളിലൂടെയാണ് വിജയ് സംസാരിച്ചത്. 15 മിനിറ്റിലധികം ഓരോരുത്തരോടും സംസാരിച്ച വിജയ് കുടുംബത്തിനൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഉടൻ നേരിൽ കാണുമെന്നും ഉറപ്പു നൽകി. വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ എടുക്കരുതെന്ന് വിജയ് ആവശ്യപ്പെട്ടിരുന്നതായാണ് സൂചന. ദുരന്തം നടന്ന 9ാം നാളാണ് അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് സംസാരിക്കുന്നത്. 9 ദിവസം കൊണ്ട് വിജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറി. സിനിമയിലെ കരുത്തനായ നായകൻ ഒളിച്ചോടിയവനായി. കോടതിയുടെ വിമർശനങ്ങൾ വൻ തിരിച്ചടിയായി. അപകടത്തിൽ ആദ്യമുയർത്തിയ ഗൂഢാലോചന ആരോപണം പോലും പിൻവലിക്കേണ്ടി വന്നു വിജയ്ക്ക്. രാഷ്ട്രീയത്തിൽ കടന്നാക്രമിക്കാൻ ശ്രമിച്ച DMK പക്വതയോടെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തു. അകറ്റി നിർത്തിയ BJP അടുക്കാൻ ചരടുവലിച്ചു. ആശ്വാസമായി രാഹുലിന്റെ കോളുമെത്തി. 9 ദിവസത്തിനിപ്പുറം തിരിച്ചുവരവിന്റെ സൂചനയാണ് വിജയ് നൽകുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടം സാധ്യമാകുമോ വിജയ്ക്ക്? CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ BJP എത്തുന്നത് മെരുക്കി ഒപ്പം നിർത്താനും.